എൻ്റെ കഴിവുകൾ വളർത്തുവാനും എനിക്ക് കഴിയാതെ പോകുന്നത് എനിക്ക് എന്നെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതാണ് ശാസ്ത്രം. പക്ഷെ എനിക്ക് എന്നെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു ശാസ്ത്രം ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, സനാതന ധർമ്മമല്ലാതെ. പന്നിയെക്കുറിച്ച് പഠിക്കും, അല്ലേ? മുയലിനെക്കുറിച്ച് പഠിക്കും, മത്സ്യത്തെക്കുറിച്ച് പഠിക്കും, ആറ്റത്തെക്കുറിച്ച് പഠിക്കും, സൂര്യനെക്കുറിച്ച് പഠിക്കും, ചന്ദ്രനെക്കുറിച്ച് പഠിക്കും. എന്നെക്കുറിച്ച് ഞാൻ പഠിക്കുന്നില്ല. പക്ഷെ എൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ പഠിക്കും, അല്ലേ? ശരീരമാണോ ഞാൻ? നിങ്ങൾ നിങ്ങളുടെ മുഖം കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മുഖം നിങ്ങളാണോ? എൻ്റെ മുഖം എന്ന് ഞാൻ പറയണമെങ്കിൽ മുഖം ഞാനല്ലല്ലോ. എൻ്റെ ശരീരം എന്ന് ഞാൻ പറയണമെങ്കിൽ ശരീരം ഞാനാണോ? പിന്നെ എൻ്റെ എന്നെന്തിന് പറഞ്ഞു? ഇത് എൻ്റെ ഫോണാണ്, ഫോൺ ഞാനാണോ? ഇത് എൻ്റെ മൈക്കാണ്, പക്ഷെ മൈക്ക് ഞാനാണോ? ഇത് എൻ്റെ കൈയാണ്, കൈ ഞാനാണോ? ഇത് എൻ്റെ ശരീരമാണ്, ഇത് ഞാനല്ല. എൻ്റെ എന്ന് പറഞ്ഞാൽ അതൊന്നും ഞാനല്ല, എൻ്റേതാണ്. എൻ്റെ ഒരു സ്വത്താണ്, എൻ്റെ ഒരു വസ്തുവാണ്. ഞാൻ അതിൻ്റെ കസ്റ്റോഡിയനാണ്, അതിൻ്റെ ഓണറാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഓണർ ആരാ? ഞാനാരാ? നേതാവ് മരിച്ചു പോയാൽ അനുയായികളൊക്കെ കൂടെ വരും റീട്ടും കൊണ്ട്. ചിലർ ചുവന്നത് കൊണ്ട് വരും, ചിലർ പച്ചയും കൊണ്ട് വരും. പുതപ്പിച്ചിട്ട് എന്താ പറയുന്നത്? ലീഡർ പാസ്ഡ് അവേ. അച്ഛൻ ചത്തുപോയി, നേതാവ് ചത്തുപോയി, മരിച്ചു പോയി. എന്താണ് പോയത്? അവിടെ കിടക്കുകയല്ലേ. അതിൻ്റെ മുകളിലല്ലേ റീത്ത് വെച്ചത്, അതിൻ്റെ മുകളിലല്ലേ പട്ട് വിരിച്ചത്. എന്നിട്ട് പിന്നെ പോയേ എന്ന് പറഞ്ഞ് മക്കൾ കരയുന്നത് എന്തിനാ? ഭാര്യ കരയുന്നത് എന്തിനാ? ശിഷ്യന്മാർ കരയുന്നത് എന്തിനാ? അവിടെ കിടക്കുകയല്ലേ. അപ്പോൾ പോയേ എന്ന് പറയുമ്പോൾ പോയതാണ് അച്ഛൻ, പോയതാണ് നേതാവ് എങ്കിൽ പോയ അച്ഛനെ കണ്ടോ നിങ്ങൾ? പോയ നേതാവിനെ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. അച്ഛനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? സ്വന്തം അച്ഛനെ, പള്ളിയിൽ അച്ഛനെ അല്ല, സ്വന്തം അച്ഛനെ. മറ്റേ അച്ഛനെ എല്ലാവർക്കും കാണാം. സ്വന്തം അച്ഛനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പാണെങ്കിൽ, ഇപ്പോൾ ഒരു കൈ പൊങ്ങി. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പാണെങ്കിൽ എല്ലാ കൈയും പൊങ്ങിയാണ്. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ശരീരമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അച്ഛൻ്റെ ശരീരം അച്ഛനാണോ? എങ്കിൽ പിന്നെ കുഴിച്ചു മൂടരുത്, ചുട്ടുകളയരുത്. അച്ഛൻ പോയി എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യരുത്. ഇപ്പൊ പോയതാണ് അച്ഛനെങ്കിൽ അച്ഛൻ വെറും ഒരു കാറ്റാണ്. പച്ച മലയാളത്തിൽ പറയാം, കാറ്റ് പോയി. മരിച്ചു പോകുമ്പോൾ എന്താ പറയണേ? ഓ, അയാളെ കാറ്റ് പോയി, അല്ലേ? ആന ചരിഞ്ഞാലും പറയും ആനയുടെ കാറ്റ് പോയി. പട്ടി ചത്താലും പറയും പട്ടിയുടെ കാറ്റ്. പോകുന്നതൊരു കാറ്റാണ്. ആ കാറ്റിനെയാണ് അച്ഛൻ പോയി എന്ന് പറഞ്ഞത്. ആ കാറ്റിനെയാണ് ഇവിടുത്തെ ആചാര്യൻ ആത്മാവ് എന്ന് പറഞ്ഞത്. അതിനെയാണ് നമ്മുടെ ആചാര്യൻ പ്രാണൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പ്രാണൻ ഒരു കാറ്റ് പോലെയാണ്.